മാഡ് മിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കന്നഡയിലുണ്ട്. അപ്പോൾ നമ്മളിന്ന് പാലക്കയം തട്ട് കഴിഞ്ഞിട്ടൊരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന പറഞ്ഞിട്ടില്ല. അപ്പം ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ നല്ല ക്ലിയറായിട്ട് കേൾക്കാം. അപ്പോൾ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് തകർത്ത് പൊളിക്കാം. അപ്പോൾ നമ്മൾ കരുവഞ്ചാലിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ വന്നാൽ തന്നെ നമുക്ക് ഈ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡ് കാണാം. ആ ബോർഡ് കണ്ടാൽ നമ്മൾ പിന്നെ സ്ട്രൈറ്റ് ഏകദേശം 2-3 കിലോമീറ്ററേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ കരുവഞ്ചാലിൽ നിന്ന് ചോദിച്ചപ്പോൾ കരുവഞ്ചാലിൽ നിന്ന് ടോട്ടൽ 3 കിലോമീറ്ററേ ഏഴരക്കുണ്ടിലേക്കുള്ളൂ. നമ്മൾ പോകുമ്പോൾ തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് താഴേക്ക് കാണാം. ഇതിൻ്റെ താഴേക്ക് അതിൻ്റെ സൗണ്ടും 2 കിലോമീറ്റർ ഒന്നുമില്ല, ഇവിടുന്ന് ഒരു 10-300 മീറ്റർ വന്നപ്പോൾ തന്നെ സംഭവത്തി. അപ്പോൾ നമ്മളിതിൻ്റെ ബേസ് ആയിട്ടുള്ള ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ബേസിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ബേസിൽ കയറണോ അല്ലെങ്കിൽ മുകളിൽ കയറണോ എന്ന് നമുക്കിവിടെ സെക്യൂരിറ്റിക്കാരോടൊക്കെ ഒന്ന് ചോദിക്കാം. ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ കവാടത്തിലാണുള്ളത്. അപ്പോൾ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ അതിനെ കുളിക്കാനും അവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊരു 100 രൂപയാണ് ഇവർ പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ പെർ ഹെഡ് ചാർജ് ചെയ്തതിൻ്റെ കൂടെ അവർ നിങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റീസൊക്കെ തരുന്നതായിരിക്കും. ഇപ്പോൾ ഈ കാണുന്നതാണ് നിങ്ങൾ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ബേസ് പോയിൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഏകദേശം 1 കിലോമീറ്ററോളം ഇതിങ്ങനെ നടന്ന് കാണാൻ പറ്റും. നമുക്ക് ഈ വെള്ളച്ചാട്ടം എവിടെ നിന്നാണോ വരുന്നത് അതിൻ്റെ ഏകദേശം ആ ഒരു ഭാഗം വരെ ഏകദേശം 1 കിലോമീറ്ററിന് മേലെ നമുക്ക് നടന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇങ്ങനൊരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, നമുക്ക് 1 കിലോമീറ്ററോളൊക്കെ നടന്ന് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്ന സ്ഥലം കേരളത്തിൽ വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. കുളിക്കാനുള്ള സൗകര്യം ഈ താഴ്ഭാഗത്തല്ല, കുറച്ചുകൂടി മുകളിലേക്ക് പോകണം. കുളിക്കുന്ന ആൾക്കാർക്ക് അവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഗൈഡ് ഉണ്ടാവും. ഗൈഡിൻ്റെ പെർമിഷനോടുകൂടി മാത്രമേ നിങ്ങൾക്ക് വെള്ളത്തിലിറങ്ങാൻ പറ്റൂ. അതിനുള്ള ലൈഫ് ജാക്കറ്റ്സും മറ്റുള്ള സെക്യൂരിറ്റി എക്യുപ്മെൻറ്റ്സൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കുളിക്കാൻ ഇറങ്ങുമ്പോഴുള്ള ബർമുഡ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് വന്നാൽ മതി. നമുക്ക് മുകളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾക്ക് ഇവരൊരു ഹെൽമെറ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ട് പോകണം മുകളിലേക്ക് പോകാൻ. സ്ലിപ്പായിട്ട് അങ്ങനെ വീണാൽ തലയൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ സിന്ധു ചേച്ചി 2 കൂടിക്കൊണ്ടോ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകാൻ വേണ്ടി താഴേക്ക് ഇറങ്ങുകയാണ്. സബ്സിഡി സൂക്ഷിച്ചിട്ട് വരണേ. കണ്ടോ? ഓക്കെ, ഷോട്ടല്ല. മുളങ്കാടുകൾക്കിടയിലൂടെ ഒരു യാത്രയാണ്. കമോൺ. ആഹാ വേണ്ട, ഇങ്ങനെയുള്ള വൈവിധ്യങ്ങളാർന്ന കാഴ്ചകളാണ് ഈ 1 കിലോമീറ്ററിൽ നിന്നാണ് താഴേന്ന് കിട്ടിയ റിപ്പോർട്ട്. നമുക്കത് കംപ്ലീറ്റ് ഒന്ന് ആസ്വദിക്കാം. ഈ ഏഴരക്കുണ്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 7 കുണ്ടും പിന്നെ ഒരു അരക്കുണ്ടും എന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം നമ്മളൊരു 1.5 കുണ്ടിലെത്തിയിട്ടുണ്ട്. ബാക്കി 6 കുണ്ട് കൂടിയിട്ട് നമുക്ക് നോക്കാം. വെള്ളച്ചാട്ടം പല സ്ഥലത്തും കാണാനുണ്ടാവും. പക്ഷേ ഇങ്ങനെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു നടപ്പാത എല്ലാ വെള്ളച്ചാട്ടത്തിലൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിട്ട് ആ വെള്ളച്ചാട്ടം കാണാനേ പറ്റും. ഇതിങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ഭയങ്കര രസമാണ് നടക്കാൻ. പക്ഷെ നടക്കാൻ പറ്റാത്തവൾ മുകളിൽ വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് തന്നെ കണ്ടിട്ട് മടങ്ങാം. നടക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചിട്ട് മുകളിലേക്ക് പോവാം.
അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ 1-2 കുണ്ട് കണ്ടുതരുമോ? നമ്മൾ വിചാരിച്ച് ഇതൊരു അരക്കുണ്ട്, ഇതൊരു കുണ്ട്, ബാക്കി അങ്ങനെ ഒരു 7.5 കുണ്ട് നടന്നു. 1 കിലോമീറ്റർ ഏകദേശം നടന്നു, ഇതുവരെ 7.5 കുണ്ട് എത്തിയിട്ടില്ല. എൻ്റെ അമ്മോ മാമനെ നടക്കവാ. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഓരോ 100 മീറ്ററിലും ഓരോ വൈവിധ്യമാർന്ന വെള്ളച്ചാട്ടമാണ്. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഹോൾസെയിൽ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഇതാണ് ഏഴരക്കുണ്ട്. അപ്പോൾ സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാന്യ പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടി വരും. ഇവിടെ ഭയങ്കര സൗണ്ടാണ്. ഇതിൻ്റെ മുകളിൽ കാണുന്നത് നിങ്ങൾക്കൊരു 3.5 കുണ്ടിൻ്റെ മുകളിലാണ്. ഇത് 4ാമത്തെ കുണ്ട്, 5ാമത്തെ കുണ്ട്. ആ താഴ്ഭാഗം കാണുന്നത് 6, അതിനപ്പുറം 7, അങ്ങനെയാണ് മൊത്തത്തിൽ 7.5 ശരിക്കും ഒരു 47 കുണ്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പേര് 7.5 ആ പേര് വരാനുള്ള കാരണം മാത്രമാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇതൊരു അങ്ങോളം നമ്മൾ ഈ സ്ഥലം നമ്മളിപ്പോൾ കയറി വന്ന വഴി തീരുന്ന വരെ കുണ്ടോട് കുണ്ടാണ്. കേരളത്തിലുള്ള എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളെ കണ്ണൂർ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലം ഉണ്ടോ എന്ന് കണ്ടവർക്കൊക്കെ കാണാത്ത ഇനിയും ഒരുപാട് പേരുണ്ട് ഇങ്ങനെയുള്ള സ്ഥലം കാണാത്തത്. അപ്പോൾ നമ്മൾ ഈ ചെറിയ സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല മനോഹരമായ സ്ഥലങ്ങളുണ്ടെന്ന് നിങ്ങൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്നവരെ ഇത് അത്ര വലിയ സംഭവമില്ലെന്ന് വിചാരിക്കും. ഇത് പക്ഷേങ്കിൽ ഒരു ഭയങ്കരം സംഭവമാണ്. നമ്മൾ ഈ കാണുന്ന കുണ്ടിലും ഈ താഴെ കാണുന്ന കുണ്ടിലും 2 സ്ഥലത്തും കുളിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഇന്നലെ മഴ പെയ്തത് കാരണം ഇവിടെ ആരെയും കുളിക്കാൻ അനുവദിക്കുന്നില്ല. കാരണം ഈ പാറയിലൊക്കെ ചെറിയ വഴുക്കുണ്ട്. അപ്പോൾ 5 ദിവസം മഴയില്ലാതായാൽ ഇവിടെ കുളിക്കാനുള്ള സൗകര്യം ഇതിൻ്റെ അധികൃതർ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് മാത്രമേ ഇവിടെ ഇറങ്ങാൻ പാടുള്ളൂ. ആരും സാഹസികമായി വേലി ചാടി ഇറങ്ങി എവിടെയെങ്കിലും സാഹസികത്തിന് മുതിരരുത്. അത്രയും ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. വളരെ സേഫായിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെയുള്ള സെക്യൂരിറ്റി, ഇവിടെയുള്ള സ്റ്റാഫ് കാണിച്ചു തരുന്നതാണ്. അവരുടെ സേഫ്റ്റി മെഷർമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ ഇറങ്ങി ഈ സ്ഥലം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മലൻ്റെ മുകളിലേക്ക് പോയാൽ ഏകദേശം ഒരു 6 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് കർണാടകയുടെ കൊടർഗ് ബോർഡർ എത്തും. അപ്പോൾ ഏകദേശം ഈ വെള്ളം ഉത്ഭവിക്കുന്നത് കർണാടക സ്റ്റേറ്റിൽ നിന്നാണ്. അപ്പോൾ കർണാടകയും കേരളത്തിൻ്റെയും ഒരു അതിർത്തി പങ്കിടുന്നൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ നിന്നൊരു 6 കിലോമീറ്റേഴ്സ് അവേ.
ഇന്ന് കംപ്ലീറ്റ് നടന്ന് വലഞ്ഞ് വശന്ന് എന്താ പറയുക കംപ്ലീറ്റ് ടയേർഡായിരിക്കുകയാണ്. അപ്പോൾ ടയേർഡായാൽ ഒരു കുളി നിർബന്ധമാണ്. കംപ്ലീറ്റ് സേഫ്റ്റി മെഷർ ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ അധികൃതരുടെ പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഏഴരക്കുണ്ടിൻ്റെ ആ മോൾഭാഗത്തല്ല, ഇതൊരു 15ാമത്തെ കുണ്ടാന്ന് തോന്നുന്നു, ആ കുണ്ടിൽ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഒന്ന് കുളിച്ച് ആർമാദിക്കട്ടെ. അപ്പോൾ ഏഴരക്കുണ്ടിലെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെയുള്ള വേറെ വെറൈറ്റി ആയിട്ടുള്ള എപ്പിസോഡുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ നമ്മൾ വരുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് കണ്ണൂരിലോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും പുതിയൊരു സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കൂടി നിങ്ങൾ രേഖപ്പെടുത്തുക. നമ്മൾ മാക്സിമം നിങ്ങളിലേക്ക് പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മുമ്പേ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ഇനിയും ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പുതിയൊരു എപ്പിസോഡുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. സീ യു നെക്സ്റ്റ് ടൈം.